ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. ആദരവായ സ്നേഹത്തിൻ്റെ മുത്തായ ഹബീബായ തങ്ങൾ അവിടുത്തെ കരളിൻ്റെ കഷ്ണമായ ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് ഈ ദുആയാണ് പഠിപ്പിച്ചു കൊടുത്തത്. രാവിലെയും വൈകുന്നേരവും അവിടുന്ന് ചൊല്ലുവാൻ യാ ഖയ്യൂം برحمتك أستغيث أصلح لي شأني كله ولا تكلني إلى نفسي طرفة عين. ഓ എന്നെന്നും ജീവിച്ചിരിക്കുന്ന സ്വയം പര്യാപ്തത നേടിയ അല്ലാഹു സുബ്ഹാനഹു തആല, നിന്റെ കാരുണ്യത്താൽ ഞാൻ നിന്നോട് തേടുന്നു റബ്ബേ. എൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയാക്കണമേ എൻ്റെ നാഥ. എൻ്റെ കണ്ണിൻ്റെ അഥവാ അനക്കം പോലും നീ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങളുടെ എല്ലാ ഉദ്ദേശങ്ങളും നീ സഫലീകരിക്കണമേ എന്ന് പറയുന്ന വളരെ മഹത്വമേറിയ ഒരു ദുആയാണ്. തങ്ങളുടെ അവിടുത്തെ വേദന വരുന്ന സമയങ്ങളിൽ അവിടെ അള്ളാഹുവിനോട് സുജൂദിൽ കിടന്ന്, അഥവാ ബദറിൻ്റെ ദിനത്തിലുമൊക്കെ യാ ഹയ്യൂ യാ ഖയ്യൂ, എന്നെന്നും ജീവിച്ചിരിക്കുന്ന എൻ്റെ റബ്ബേ, അവിടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് യജമാനനോട് ഹബീബായ തങ്ങൾ അവിടെ കിടന്ന് ദുആ ചെയ്യുകയാണ്. മുഅ്മിനീങ്ങളെ, ഹബീബായ തങ്ങൾ അവിടുത്തെ വിഷമം മാറിയിട്ടുണ്ട്. തീർച്ചയായും നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ രോഗങ്ങൾ ഏതുമാകട്ടെ, ഈ യാ ഹയ്യൂ യാ ഖയ്യൂ എന്നുള്ള ദിക്റുകൾ പതിവാക്കിക്കൊണ്ട് രാവിലെയും വൈകുന്നേരവും ഫാത്തിമ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഇങ്ങനെ ചെല്ലാൻ നിനക്ക് എപ്പോഴാണ് തടയപ്പെടുന്നത്? കാരണം അത് അധികരിപ്പിച്ചാൽ അത്രയും ഗുണമുള്ളതാണ്. അള്ളാഹു എപ്പോഴും നമ്മുടെ കൂടെയുണ്ടെന്നുള്ള വിശ്വാസത്തിൽ ഏതു പ്രയാസവും നാം തരണം ചെയ്യാൻ ഇത് വലിയൊരു ശക്തിയാണ്. അള്ളാഹു നമ്മുടെ കൂടെയുണ്ടെങ്കിൽ പിന്നെ ആരാണ് വേണ്ടുള്ളത്? മനുഷ്യൻ്റെ പ്രയാസങ്ങൾ നീങ്ങുവാൻ, നമ്മുടെ രോഗങ്ങൾ മാറുവാൻ എല്ലാം ഇത് കാരണമാണ്. തീർച്ചയായും ധാരാളം ചൊല്ലിക്കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ഖേദിച്ചുകൊണ്ട്, തീർച്ചയായും അവൻ ഏറെ പൊറുക്കുന്നവനും നമ്മുടെ യജമാനനുമാണ്. അവൻ എത്ര തെറ്റു ചെയ്താലും അവനോട് മാപ്പ് ചോദിച്ചാൽ അവൻ മാപ്പ് നൽകുന്നവനുമാണ്. തീർച്ചയായും അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ വേണ്ടി മലക്കിനോട് അവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും നാം അസ്തഗ്ഫിറുല്ലാഹുൽ അലീം എന്നൊക്കെ ധാരാളം പ്രാവശ്യം ചൊല്ലിക്കൊണ്ട്, പ്രത്യേകിച്ച് ഇത് തൗബ സ്വീകരിക്കുന്ന മാസം, പൊറുക്കലിനെ തേടുന്ന മാസം, അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങുന്ന മാസവും അള്ളാഹുവിൻ്റെ മാസം എന്ന് വിശേഷിപ്പിച്ച ഈ റജബ് മാസത്തിൽ നമുക്ക് ഇനിയും നല്ല നല്ല അമലുകൾ ചെയ്ത് മുന്നോട്ട് പോകാം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.